ബ്രാൻഡഡ് ഷൂസ് ഉൽപ്പന്നങ്ങൾക്കും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും മാത്രമായി ചേലക്കരയിൽ ഒരു ഷോറൂം. അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ്, കാനറ ബാങ്കിന് മുൻവശം, ചേലക്കര. മായന്നൂർ കാവുവട്ടത്ത് പുതിയതായി പ്രവർത്തനം ആരംഭിച്ച സ്ട്രൈക്കേഴ്സ് എരീന ഫുട്ബോൾ ടർഫിന്റെ ഉദ്ഘാടനം നടന്നു. മായന്നൂർ കാവുവട്ടത്ത് പുതിയതായി പ്രവർത്തനം ആരംഭിച്ച സ്ട്രൈക്കേഴ്സ് എരീന ഫുട്ബോൾ ടർഫിന്റെ ഉദ്ഘാടനം 7S ഫുട്ബോൾ രാജാവ് ആഷിഖ് ഉസ്മാൻ നിർവഹിച്ചു. ോട്ട് വന്ന് നിങ്ങൾ കളിക്കുമ്പോൾ മാഡം പറഞ്ഞ മാതിരി തന്നെ ഈ ലഹരിയിൽ നിന്ന് നമ്മൾ കുറേ ബാക്കിലോട്ട് മാറി നിൽക്കും. നമ്മൾ ഓട്ടോമാറ്റിക്കലി ടയേർഡിൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഉറങ്ങിപ്പോവും. അപ്പോൾ ആ കാരണം കൊണ്ട് എല്ലാവരും വന്ന് സഹായിക്കണം, ഹെൽപ്പ് ചെയ്യണം ഈ ഗ്രൗണ്ടിലോട്ട് വന്നിട്ട്. എന്നാലേ ഇത് മുന്നോട്ട് പോവുള്ളൂ, എന്നാലേ വിജയിക്കുള്ളൂ. സംഭവം അതങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ഈ എല്ലാ മേഖലകളിലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു മേഖല തന്നെയാണ് ഫുട്ബോൾ. പെട്ടെന്നൊന്നും ഒരാൾ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. ഒരുപാട് കഷ്ടപ്പെട്ടാൽ തന്നെ, ഒരുപാട് പ്രാക്ടീസ് ചെയ്താൽ തന്നെയാണ് ഇത് മുന്നോട്ട് പോകുള്ളൂ. അല്ലാതെ ഒറ്റയടിക്ക് വന്ന് അത് കളിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാലൊന്നും നടക്കുന്നില്ല. മെല്ലെ മെല്ലെ ഓരോ സ്റ്റെപ്പായി ജൂനിയർ, സബ് ജൂനിയർ, സീനിയർ, അങ്ങനെ പല പല ഘടകങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ ഓരോ രീതിയിലും ഓരോ അക്കാഡമി, ക്യാമ്പ്, അങ്ങനെ ഓരോന്ന് വന്നാൽ തന്നെയാണ് മുന്നോട്ട് പോകുള്ളത്. ഇപ്പോൾ പല പല ഭാഗത്ത് ഇതിനപ്പുറത്തൊരു ഗ്രൗണ്ടുണ്ട്. അവിടെ എത്തിപ്പെടാൻ കുറേ പ്രയാസപ്പെട്ട ആൾക്കാരാവും ഇവിടെ എത്തിപ്പെടാൻ കഴിയുക. അപ്പോൾ ഇവിടെ ഒരു ക്യാമ്പ് വെച്ച് കഴിഞ്ഞാൽ മേഡം പറഞ്ഞ മാതിരി ഇത് വിജയിക്കും. വിജയിക്കാത്തൊരു കേസും ഇല്ല. ആളുകൾ വരണം. അതുപോലെ പേരൻസ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടീമിന്റെ അസിസ്റ്റന്റ് കോച്ച് ഷാഫി അലി, ലോകകപ്പിൽ കളിച്ച ബ്ലഡ്സ് ടീമിന്റെ ആദ്യത്തെ പരിശീലകയായ CV സീന എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. അറിയാവുന്നതാണ്. അതുകൊണ്ട് അവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് എനിക്കും ഒരു ടർഫ് ഉണ്ടാക്കണമെന്ന് ഞാൻ ഒരുപാട് നാളായി ആലോചിക്കണം. പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഏരിയയിലുള്ള സ്ഥലത്തിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഏതാണ്ട് 1 കോടിയോളം രൂപ ഈ ടർഫിന് ആയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. സ്വന്തമായിട്ട് സ്ഥലമുള്ള കാരണം അവർക്കത് സാധിച്ചു. അതുകൊണ്ട് അവർ പ്രത്യേക ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ ഇവിടെ നമുക്കറിയാം ഈ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ കുട്ടികൾ വന്ന് പ്രാക്ടീസ് ചെയ്താലാണ് അതിൻ്റെ ഗുണം ഉണ്ടാവുള്ളൂ. വെറുതെ ഒരു ഗ്രൗണ്ട് ഉസ്മാൻ ആഷിഖ് പറഞ്ഞ പോലെ ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ടിട്ട് കാര്യമില്ല. പക്ഷെ അവിടെ കുട്ടികളെ പറഞ്ഞു വിടണം. അപ്പോൾ നമുക്കറിയാം കുട്ടികൾ ഇപ്പോൾ എല്ലാവരും പാരൻസും പറയാറുണ്ട്, ഇപ്പോൾ മൊബൈലിലാണ് കുട്ടികൾ, വേറെ ഒന്നും ചെയ്യില്ല. ഇപ്പോൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ തന്നെ കുഞ്ഞു പിള്ളേരൊക്കെ ഞാൻ കാണാറുണ്ട്, മൊബൈൽ ഓൺ ചെയ്ത് യൂട്യൂബ് ചാനൽ ഓണാക്കി വെച്ചിട്ടാണ് അവർക്ക് ഫുഡ് കൊടുക്കുന്നത്. എന്നാൽ നമ്മൾ തന്നെയാണ് അത് കാണിച്ചു കൊടുത്തത് അവർക്ക്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധര മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. മായന്നൂർ ഇടവകയിലെ ഫാദർ ജോഫി, രാജേഷ് ശിവൻ, വിശ്വനാഥൻ, ഗോകുലം മാസ്റ്റർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. അതിന് നല്ല സപ്പോർട്ട് നൽകി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം. നമുക്കറിയാം, എന്നോട് ഈ കാര്യത്തെക്കുറിച്ച് ആദ്യം സംസാരിച്ചപ്പോൾ നമുക്കതങ്ങനെ വിജയിക്കുമോ, നമ്മൾ ഇപ്പോൾ പടിഞ്ഞാറ്റൂർ ഭാഗത്ത്, കലങ്ങണ്ടത്തൂർ ഭാഗത്ത് ഒന്നുണ്ട്, അപ്പോൾ അതുപോലെ ഉള്ള ഒരു സാഹചര്യം ഇവിടെ എങ്ങനെയാണ്, അതിൻ്റെ സാധ്യതകൾ മുഴുവൻ പഠിച്ചിട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് നന്നായി വിജയിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് നല്ല രീതിയിൽ നടത്തുകയാണെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ വന്ന് ഈ മൈതാനത്തെ, ഈ ടർഫിനെ ഉപയോഗപ്പെടുത്തും എന്നുള്ള ഒരു ഉറച്ച ആത്മവിശ്വാസം ശ്രീ പ്രശാന്തിൽ കണ്ടു. വരും തലമുറയ്ക്ക് നല്ലൊരു കായിക സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മായന്നൂരിന് ഈ ടർഫ് സമർപ്പിക്കുന്നതെന്ന് സംരംഭകനായ തോടുകാട്ടിൽ പ്രശാന്ത് പി മേനോൻ അറിയിച്ചു. പ്രദേശവാസികളും കായിക പ്രേമികളും തോടുകാട്ടിൽ കുടുംബാംഗങ്ങളും ഉദ്ഘാടനവേളയിൽ സന്നിഹിതരായിരുന്നു. ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ, ടേബിൾ ടെന്നീസ് എന്നീ കായിക ഇനങ്ങൾക്കിവിടെ സൌകര്യമുണ്ട്. ഉദ്ഘാടനത്തിന് ശേഷം 8 ടീമുകൾ പങ്കെടുത്ത ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. KL48 മായന്നൂർ ടീം ജേതാക്കളും സ്പീഡ് പഴയന്നൂർ റണ്ണറപ്പുമായി. ഗൾഫ് കോസ്റ്റ് ടൂർസ് ആൻഡ് ട്രാവൽസ് കൊച്ചിൻ, ലൂഫ് ഫോൾമാൻ ഒറ്റപ്പാലം, ബ്രൈറ്റ് ആൻഡ് സ്മാർട്ട് അക്കാദമി ചിറങ്കര മായന്നൂർ എന്നിവർ വിജയികൾക്കുള്ള ട്രോഫികളും ക്യാഷ് അവാർഡും സ്പോൺസർ ചെയ്തു. CCV ന്യൂസ്, മായന്നൂർ.